നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നീറ്റ് ക്രാഷിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ പാർട്ടിൽ പ്ലസ് 1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠമായ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ലിമിറ്റിംഗ് റിയേജന്റും മോൾ കോൺസെപ്റ്റും എന്ന ടോപ്പിക്കാണ് ചെയ്തത്. അത് വിശദീകരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചെയ്തത്. പാർട്ട് 2 നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ പാഠത്തിലെ തന്നെ എംപെറിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗർ, അതുപോലെ തന്നെ മാസ് പെർസെന്റേജ്, മൊളാലിറ്റി, മൊറാലിറ്റി എന്ന ടോപ്പിക്ക്, അറ്റോമിക് മാസ് എന്നിവയാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം. നമുക്ക് ആദ്യം നോക്കാം എന്താണ് എംപെറിക്കൽ ഫോർമുല അതുപോലെ മോളിക്കുലർ ഫോർമുല എന്നാണ്. ഓക്കെ, മോളിക്കുലർ ഫോർമുലയും എംപെറിക്കൽ ഫോർമുലയും നോക്കാം. ഒരു കോമ്പൗണ്ട്, ഒരു ഉദാഹരണത്തിന് പറയാം C2H4Cl2 ഒരു കോമ്പൗണ്ട് എടുത്തു. C2H4Cl2 എന്ന കോമ്പൗണ്ടില് നോക്ക്, ആ കോമ്പൗണ്ടിനകത്ത് 2 കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട് ആണല്ലോ. ഇങ്ങനെ അതിനകത്തുള്ള എല്ലാ എലമെന്റിന്റെയും കൃത്യം എണ്ണം, എത്ര എണ്ണം ഉണ്ടെന്ന് കൃത്യം എണ്ണം എഴുതി വയ്ക്കുകയാണെങ്കിൽ അതാണെന്ത്? മോളിക്കുലർ ഫോർമുല. അതാണ് മോളിക്കുലർ ഫോർമുല. ഒരേകൂടി ഒരു കോമ്പൗണ്ടിന്റെ ആ കോമ്പൗണ്ടിനകത്തുള്ള ഓരോ എലമെന്റും അല്ലെങ്കിൽ ഓരോ ആറ്റവും എത്ര എണ്ണം ഉണ്ടെന്ന് കൃത്യമായി എഴുതുകയാണെങ്കിൽ, ഇപ്പൊ കണ്ട, അത് ഈ കോമ്പൗണ്ടിനകത്ത് 2 കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട് എന്ന് കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ അതാണെന്ത്? മോളിക്കുലർ ഫോർമുല. അപ്പൊ എന്തായിരിക്കും എംപെറിക്കൽ ഫോർമുല? എംപെറിക്കൽ ഫോർമുല മീൻസ് ഈ മോളിക്കുലർ ഫോർമുലയിലെ അതിനകത്തുള്ള ഓരോ എലമെന്റ് ഉണ്ടല്ലോ, അതിന്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്. അതായത് ഇവിടെ ഇപ്പൊ കാർബൺ 2 ഉണ്ട്, ഹൈഡ്രജൻ 4 ഉണ്ട്, ക്ലോറിൻ 2 ഉണ്ട്. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എത്ര ആയിരിക്കും? എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര ആയിരിക്കും? C1H2Cl1 ആണല്ലോ. C1H2Cl1 അല്ലെ? കാരണം ഈ കോമ്പൗണ്ടിന്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്താണ്? CH2Cl അല്ലെ? കാരണം ഇവിടെ നമുക്ക് എല്ലാത്തിന്റെ കോമൺ ഫാക്ടർ എത്ര? 2 അല്ലേ? അത് ഒഴിവായി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? C1H2Cl. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? എംപെറിക്കൽ ഫോർമുല. എംപെറിക്കൽ ഫോർമുല മാറിപ്പോകരുത്. ഒരിക്കൽ കൂടി പറയാം. എംപെറിക്കൽ ഫോർമുല എന്താണ്? എംപെറിക്കൽ ഫോർമുല മീൻസ് ഈ ഏതൊരു കോമ്പൗണ്ടിന്റെയും അതിനകത്തുള്ള ഓരോ എലമെന്റുകളുടെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയില് നമ്മൾ എഴുതുകയാണെങ്കിൽ അതാണ് എംപെറിക്കൽ ഫോർമുല. ഒരിക്കൽ കൂടി, ഏതൊരു കോമ്പൗണ്ടിന്റെയും ഓരോ എലമെന്റിന്റെയും അവരുടെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിൽ എഴുതുകയാണെങ്കിൽ അതാണ് എംപെറിക്കൽ ഫോർമുല. എന്നാൽ അതിന്റെ എണ്ണം കൃത്യമായി എഴുതുകയാണെങ്കിൽ അതാണ് മോളിക്കുലർ ഫോർമുല. ഇനി നോക്കുകയാണെ, ഈ മോളിക്കുലർ ഫോർമുലയും എംപെറിക്കൽ ഫോർമുലയും തമ്മിൽ റിലേഷൻ ഉണ്ട്, അതുകൂടി പഠിക്കണം. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപെറിക്കൽ ഫോർമുല. എംപെറിക്കൽ ഫോർമുല. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപെറിക്കൽ ഫോർമുല. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപെറിക്കൽ ഫോർമുല. n എന്തെന്ന് അറിയണ്ടേ? n നോക്കാം. n എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ആണ്. മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ആണ്. ശരിക്കും മോളാർ മാസ് ആണ് ഡിവൈഡഡ് ബൈ എംപെറിക്കൽ ഫോർമുല മാസ്. അതായത് നമുക്കിവിടെ എംപെറിക്കൽ ഫോർമുല കിട്ടില്ലേ? ആ എംപെറിക്കൽ ഫോർമുല കിട്ടുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്തണം. അപ്പം മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ എംപെറിക്കൽ ഫോർമുല മാസ് ആയി കിട്ടുന്ന ഇതിന്റെ മാസ് കണ്ടെത്തുക, തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? n കിട്ടും. ആ കിട്ടുന്ന n നമ്മൾ എന്ത് ചെയ്യണം? എംപെറിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ആരെ കിട്ടും? മോളിക്കുലർ ഫോർമുല കിട്ടും. ഓക്കെ, ഓൾറെഡി ഞാൻ എംപെറിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. അതിനെ ഒരു പ്രോബ്ലം ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്, അതിൽ റിലേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ കാണിക്കാനായിട്ട്. ഓക്കെ, അടുത്തിലോട്ട് പോവാം. മായ്ക്കാണേ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. നോക്കിയാണേ, ഒന്നാമത്തത് മാസ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം മാസ് ആണ്. മാസ് ഓഫ് സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ശ്രദ്ധിക്കണേ, സൊല്യൂഷന്റെ മാസ് മാറിപ്പോരുത്. മാസ് ഓഫ് സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ സോൾവെന്റ് അല്ല. ഒരിക്കൽ കൂടി, മാസ് പെർസെന്റ് ഏതാണ്? മാസ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ
into 100 percentage ആക്കാനായിട്ട് into 100 ഒരു കൂടി മാസ് പെർസെന്റേജ് ആണ്. മാസ് പെർസെന്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, സൊല്യൂഷൻ into 100 മാസ് പെർസെന്റേജ് നോക്കാം. അടുത്ത മൊളാരിറ്റി, മൊളാരിറ്റി ആണ് ആണ് മൊളാരിറ്റി സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ എമൗണ്ട് ആണ്. ശ്രദ്ധിക്കണേ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് എം മാത്രം ഇട്ട് ചേർത്തുള്ളൂ. മൊളാരിറ്റി ആണെന്നൊന്നും പറയില്ല. ക്യാപിറ്റൽ എം ആണ് മൊളാരിറ്റി, ക്യാപിറ്റൽ എം ആണ് മൊളാരിറ്റി, ക്യാപിറ്റൽ എം ആണ്, ക്യാപിറ്റൽ എം ആണ് മൊളാരിറ്റി. നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്, number of moles of solute divided by volume of solution in liter. ശ്രദ്ധിക്കണേ, സൊല്യൂഷന്റെ വോളിയം, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, ലിറ്ററിലാണ്. ശ്രദ്ധിക്കണേ, ലിറ്ററിലാണ്. മൊളാരിറ്റി, മൊളാരിറ്റി ക്യാപിറ്റൽ എം കൊണ്ട് സൂചിപ്പിക്കുന്നു. മൊളാരിറ്റി, മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, number of moles of solute divided by volume of solution in liter, volume of solution in liter. ശ്രദ്ധിക്കണേ. അടുത്ത മൊളാലിറ്റി, ലിറ്റി, മൊളാലിറ്റി ഇല്ലാണ് ലിറ്റി, മൊളാലിറ്റി സ്മോൾ എം, മൊളാലിറ്റി സ്മോൾ എം, മൊളാലിറ്റി സ്മോൾ എം, സ്മോൾ എം ആണ് മൊളാലിറ്റി. നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ആണ്. ശ്രദ്ധിക്കണേ, വെരി വെരി ഇമ്പോർട്ടന്റ്. മാസ് ഓഫ് സോൾവെന്റ് ആണ്, സോൾവെന്റ്, മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം, അതും കിലോഗ്രാമിലാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ശ്രദ്ധിക്കണേ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇൻ കിലോഗ്രാം ആണ്. ഇവിടെ സോൾവെന്റ് ആണ് എടുക്കുന്നത്, കിലോഗ്രാമിലാണ്. ഇവിടെ സൊല്യൂഷൻ ആണ് എടുക്കുന്നത്, അത് ലിറ്ററിലാണ്. തമ്മിൽ മാറിപ്പോകരുത്, വെരി വെരി ഇമ്പോർട്ടന്റ്. ശ്രദ്ധിക്കണേ, മൊളാരിറ്റി ആണെങ്കിൽ ക്യാപിറ്റൽ എം ആണ്, മൊളാലിറ്റി ആണെങ്കിൽ സ്മോൾ ലെറ്റർ എം ആണ്. ഓക്കെ ഓക്കെ, ബാക്കി അടുത്തിലോട്ട് പോവാം. മാറ്റിയാണേ. ഓക്കെ, ഇന്ന് നമ്മൾ അടുത്ത് നോക്കാൻ പോണ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താണെന്നാണ്. ഓൾറെഡി ഞാൻ ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഞാൻ ഇവിടെ ഓട്ടിച്ച് പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് നോൺ സീറോ നമ്പർ ആണെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഏത് ഡിജിറ്റ് ആയാലും നമുക്ക് എന്താണ്, അത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ഉദാഹരണത്തിന് 8, 3, 7 എത്ര ഉണ്ട്? ഈ 3 നമ്പറും എന്താണ്, സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. കാരണം എന്തില്ല, സീറോ ഇല്ല. അടുത്ത ട്രാപ്ഡ് സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഇപ്പൊ ഉദാഹരണത്തിന് 5008 ഞാൻ പറഞ്ഞു എല്ലാ നോൺ സീറോ നമ്പറും സിഗ്നിഫിക്കന്റ് ഫിഗർ ആണെന്ന് പറഞ്ഞു. അപ്പൊ 5, 8 ഓൾറെഡി സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. പക്ഷെ ഈ 0 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണോ അല്ലേ? നോക്കിയാണേ, ട്രാപ്ഡ് സീറോ, 2 നോൺ സീറോ നമ്പറുകൾക്ക് ഇടയ്ക്കുള്ള സീറോ സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ്. അതാണ് ട്രാപ്ഡ് സീറോ എന്ന് വിളിക്കാനുള്ള കാരണം ഇടയിൽ പെട്ടുപോയില്ലേ, ട്രാപ്ഡ് ആയി പോയി. ഞാൻ അതാണ് ഉദ്ദേശിക്കണം. ഇതൊക്കെ ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കണം കേട്ടാ. ട്രാപ്ഡ് സീറോ, ഇടയ്ക്കുള്ള നമ്പറുകൾ 2 നോൺ സീറോ നമ്പറിന് ഇടയ്ക്കാണ് സീറോ അടക്കണമെങ്കിൽ അത് കൂട്ടും. അപ്പൊ 5008 എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 4 എണ്ണം, 1, 2, 3, 4 എണ്ണം, മുകളില് 3 എണ്ണം. ഇനി അടുത്ത സ്റ്റാർട്ടിങ് സീറോ. സ്റ്റാർട്ടിങ് സീറോ ഒരിക്കലും എന്തല്ല, സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. ഉദാഹരണത്തിന് ഞാൻ 0, 5 എന്ന് എഴുതിയ അതിനർത്ഥം എന്താണ്? 5 എന്ന ഒറ്റ നമ്പർ മാത്രമല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പം ഈ സീറോ എന്ത് ചെയ്യില്ല, കൂട്ടൂല. എന്നാൽ 0.05 എന്ന് എഴുതിയാലോ, അപ്പോഴും എന്ത് ചെയ്യില്ല, സ്റ്റാർട്ടിങ്, അതായത് നോൺ സീറോ നമ്പറുകളിന് മുമ്പുള്ള സീറോകൾ കൂട്ടില്ല. ശ്രദ്ധിക്കണേ, നോൺ സീറോ നമ്പറിന് മുമ്പുള്ള സീറോ, അതിനെയാണ് എന്ത് എഴുതിയത്, സ്റ്റാർട്ടിങ് സീറോ എന്ന് എഴുതിയത്. നോൺ സീറോ നമ്പറിന് മുമ്പുള്ള സീറോകൾ കൂട്ടില്ല. ഇപ്പൊ ഇവിടെ 0.05 എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഈ ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ ഇല്ലാതിരുന്നിട്ടാണ് അടുത്ത നമ്പർ വരുന്നത് എന്നല്ല ഉദ്ദേശിക്കണേ. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഇല്ലാതിരുന്നിട്ടാണ് അടുത്ത നമ്പർ വരുന്നത്. ജസ്റ്റ് പൊസിഷനല്ലേ പറയുന്നുള്ളൂ. സോ കൂട്ടണ്ട. ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗർ 1, സ്റ്റാർട്ടിംഗ് ഫിഗർ കൂട്ടില്ല. അങ്ങനെയാണ് എൻഡിങ് സീറോ ആണെങ്കിലോ, എൻഡിങ് സീറോയില് 2 കണ്ടീഷൻ നോക്കണം. ഉദാഹരണത്തിന് ഡെസിമൽ പോയിന്റ് ഉണ്ടോ ഇല്ലേ നോക്കണം. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് കൂട്ടണം, ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ കൂട്ടണ്ട. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, എൻഡിങ് സീറോയില് ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ കൂട്ടണം, വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ കൂട്ടണ്ട. ഉദാഹരണം കാണിച്ചു തരാം. 100.02 ഉണ്ട്.
100.0 ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാ 0 കൂട്ടണം. 1 2 3 4 4 ഉണ്ട്. സോ ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ. വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് നോക്കാം 100. ഇവിടെ എത്രയെന്ന് വെച്ചാൽ 1, കാരണം എന്തില്ല, ഡെസിമൽ പോയിന്റ് ഇല്ല. വെരി ഗുഡ്. ഓൾറെഡി ഇത് ഞാൻ വിശദീകരിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓർട്ടിച്ച് പറഞ്ഞു പോണേ. എല്ലാ നോൺ സീറോ നമ്പറും സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. സീറോ അല്ലാത്ത എല്ലാ നമ്പറും സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ട്രാപ്ഡ് സീറോ, 2 നോൺ സീറോ നമ്പറുകൾക്കിടയ്ക്കുള്ള സീറോ സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ഓക്കെ. അടുത്ത സ്റ്റാർട്ടിംഗ് സീറോ, ഒരു നോൺ സീറോ നമ്പറിന് മുമ്പുള്ള ഒരു സീറോകളും എന്തല്ല, സിഗ്നിഫിക്കന്റ് ഫിഗറുകളല്ല. ഇനി അടുത്ത എൻഡിങ് സീറോ, നോൺ സീറോ നമ്പറിന് ശേഷമുള്ള സീറോകളിൽ 2 കണ്ടീഷൻ നോക്കണം. ഡെസിമൽ പോയിന്റ് ഉണ്ടോ അല്ലെങ്കിൽ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആണോ എന്ന്. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അവർ സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. ഓക്കെ. 100.0 എടുത്താൽ അത് ഉറപ്പായിട്ട് എന്താണ്, പോയിന്റ് ഉള്ളതുകൊണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. സോ 1 2 3 4 വരും. ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല, സോ സിഗ്നിഫിക്കന്റ് ഫിഗർ 0 കൂട്ടില്ല, അപ്പൊ 1 മാത്രമേ കൂട്ടത്തുള്ളൂ. ഇവിടെ 1. ഇനി അടുത്ത് നോക്കാം സയന്റിഫിക് നൊട്ടേഷൻ ഇല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം 5.1 into 10⁻³ എഴുതാം. ഇങ്ങനെ എഴുതുന്ന ഈ നമ്പറുകൾ കൂട്ടില്ല, അതാണ് എഴുതിയിരിക്കുന്നത്. 10 സംതിങ് അങ്ങനെ എഴുതി കൂട്ടില്ല. അതിന് മുമ്പുള്ള വാല്യൂസ് ഉണ്ടല്ലോ, അത് മാത്രമേ കൂട്ടത്തുള്ളൂ. അതിൽ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം ബാധകമായിരിക്കണം. ഓക്കെ. ഓൾറെഡി ഞാൻ നല്ല രീതിയിൽ വിശദീകരിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ വിശദീകരിച്ച് സിഗ്നിഫിക്കന്റ് ഫിഗർ എടുത്തിട്ടുണ്ട് ക്ലാസ്. അതുകൊണ്ടാണ് ഓർട്ടിച്ച് പറഞ്ഞു പോയത്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. അതിനകത്ത് ഒരുപാട് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. ഓക്കെ. ലിങ്ക് താഴെ കൊടുത്തേക്കാം, കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഓക്കെ. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അല്ലാതെ ഒരുപാട് റൂൾസ് ഒന്നും ജസ്റ്റ് കാണാൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. നോൺ സീറോ നമ്പർ ആണോ, സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ഇടയ്ക്കുള്ള നമ്പർ സീറോ ആണോ, സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ആദ്യ സീറോകൾ മനസ്സിലാക്കി വെച്ചാൽ മതി. തുടക്കത്തെ സീറോകൾ കൂട്ടില്ല. അവസാനത്തെ സീറോ ആകുമ്പോൾ 2 കണ്ടീഷൻ. എന്താണ്, ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ കൂട്ടും, ഇല്ലെങ്കിൽ കൂട്ടില്ല. പിന്നെ സയന്റിഫിക് നൊട്ടേഷൻ എഴുതാമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂട്ടില്ല. ഓക്കെ അല്ലേ. അടുത്തതായിട്ട് പോവാം. മാറ്റിയാണേ. ഓക്കെ. നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം, അതായത് പെർ യൂണിറ്റ് വോളിയത്തിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മാസിന്റെ അളവ്, അതാണ് ഡെൻസിറ്റി. ഒരു കൂടി പെർ യൂണിറ്റ് വോളിയം, പറയുന്ന വോളിയത്തിനകത്ത് എന്തുമാത്രം മാസ് ഉൾക്കൊള്ളും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2 ചെറിയ അടപ്പെടുത്തു, ഒരേപോലത്തെ 2 അടപ്പെടുത്തു. ഒന്നിനകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഒന്നിനകത്ത് കുറച്ച് ഇരുമ്പ് ഉരുക്കി ഒഴിച്ചെന്ന് വെച്ചോ. രണ്ടും സെയിം അളവല്ലേ, അല്ലെ? വോളിയം സെയിം അല്ലേ? രണ്ടും ചെറിയ അടപ്പാണ്. ഒന്നിനകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വെച്ചു, ഒന്നിനകത്ത് കുറച്ച് ഇരുമ്പ് ഉരുക്കി ഒഴിച്ചു വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതിനായിരിക്കും വെയിറ്റ് കൂടുതൽ? ഉറപ്പായിട്ടും ഇരുമ്പ് ഉരുക്കി വെച്ചായിരിക്കുമല്ലോ. കാരണം എന്താണ്, രണ്ടും ഒരേ അളവിൽ എടുത്തിട്ട് പോലും അതിനകത്ത് ഉൾക്കൊള്ളുന്ന മാസിന്റെ അളവ് വ്യത്യാസമുണ്ട്. അതാണ് ശരിക്കും ഡെൻസിറ്റി. ഓക്കെ, അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ വോളിയം, നമ്മൾ എടുക്കുന്ന വോളിയത്തിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മാസിന്റെ അളവ്, അതാണെന്ത്, ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. തുടങ്ങണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബോറോൺ ഹാസ് 2 സ്റ്റേബിൾ ഐസോടോപ്സ്. ബോറോണിന് 2 സ്റ്റേബിൾ ഐസോടോപ്പ് ഉണ്ട്. ഒന്ന് ബോറോൺ 10 ആൻഡ് ബോറോൺ 11. ബോറോൺ 10 ഉണ്ട്, ബോറോൺ 11 ഉണ്ട്. ബോറോൺ 10 എന്ന് പറയുന്നത് 19% ആണ്. അതുപോലെ ബോറോൺ 11 എന്ന് പറയുന്നത് 81% ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ആവറേജ് അറ്റോമിക് വെയിറ്റ് ഓഫ് ബോറോൺ. ആവറേജ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ വെയിറ്റ് കണ്ടെത്തുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആണ്. ചെയ്യാത്രേ ഉള്ളൂ. ബോറോൺ 10 ഇല്ലേ, അതിന്റെ ആ 10 എടുക്കുക, അതേ ഇൻറ്റു എത്ര ശതമാനം ഉണ്ട്, 19%. സോ ആ 19 എടുക്കുക, കൂട്ടുക. അപ്പൊ അതാണ് 10 × 19. 10 × 19 പ്ലസ് അടുത്ത 11 × 81. 11 × 81 ഡിവൈഡഡ് ബൈ 100 വരും. 100 വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ശതമാനം കൂട്ടിയായി. 89 + 81. ഓക്കെ, 100 വരത്തുള്ളൂ, ശതമാനമാണ്.
6% തമ്മിൽ കൂട്ടുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും 100 വരത്തുള്ളൂ, വീണ്ടും കൂട്ടാൻ നിൽക്കണ്ട. 10 × 19 190 പ്ലസ് 11 × 81 അല്ലേ. അപ്പം ഇവിടെ 1 9 8 ഡിവൈഡഡ് ബൈ 100 വരും അല്ലേ. കൂട്ടറിയാലോ, 81 × 15 ചെയ്യാൻ അറിയാലോ. ഏത് നമ്പറിനെയും 11 ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ആദ്യം എഴുതുക, തൊട്ട് ഈ നമ്പർ തമ്മിൽ കൂട്ടുക, 8 1 9, പിന്നെ ഈ നമ്പർ എഴുതുക. അങ്ങനെ എഴുതിയാട്ടാ, ഏത് നമ്പർ ആയാലും മതി. ഇപ്പൊ 77 × 11 ചെയ്യാൻ പറഞ്ഞ ആദ്യം ഈ നമ്പർ എഴുതുക, പിന്നെ 7 14 ഇഷ്ടം 1 അത് മനസ്സിൽ കാണുക, പിന്നെ 7 എന്ന് 8. ഓക്കെ, അങ്ങനെ എഴുതുക. അപ്പൊ അതൊക്കെയാണ് 8 9 1 + 190 കൂട്ടി എഴുതുക. 1 9 9 18 ഇഷ്ടം 1 9 1 10 ഡിവൈഡഡ് ബൈ 100 വരും. സോ ഉത്തരം എത്ര വരും? നമുക്ക് 10.81 ഇതായിരുന്നു ഉത്തരം കേട്ടോ. 10.811 81 വേണ്ട 81. ഓക്കെ, 10.81 ഇതാണ് ഉത്തരം. ഓക്കെ, അടുത്ത സ്ലൈഡ് പോവാം. ബാക്കിയാണേ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 25.3 ഗ്രാം സോഡിയം കാർബണേറ്റ് 25.3 ഗ്രാം സോഡിയം കാർബണേറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എനഫ് വാട്ടർ ടു മേക്ക് 250 ml ഓഫ് സൊല്യൂഷൻ. ശ്രദ്ധിക്കണേ, 250 ml വാട്ടർ എന്നല്ല പറഞ്ഞിരിക്കണം, 250 ml സൊല്യൂഷൻ ആണ്. അതായത് 25.3 ഗ്രാം സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തപ്പോഴാണ് 250 ml വാട്ടർ സൊല്യൂഷൻ കിട്ടിയത്. അതുകൊണ്ടാണ് എന്താ എഴുതിക്കണേ, ഇനഫ് വാട്ടർ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് 250 ml സൊല്യൂഷൻ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. സൊല്യൂഷൻ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കി 25.3 ഗ്രാം സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തതിനു ശേഷം. ഓക്കെ, നോക്കിയോളൂ. ഇഫ് സോഡിയം കാർബണേറ്റ് ഡിസോൾവ് കംപ്ലീറ്റ്ലി, അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Na+ ആൻഡ് CO3 2- Na+ന്റെയും CO3 2- മോളാർ കോൺസെൻട്രേഷൻ കണ്ടെത്തണം. നമുക്ക് തന്നിട്ടുണ്ട് മോളാർ മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് ഈസ് 106 160 ഗ്രാം പെർ മോൾ 106 ഗ്രാം പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി ശ്രദ്ധിക്കണേ, 6 ആണ്. 6 മൊളാരിറ്റി മൊളാരിറ്റി. ഓക്കെ, മൊളാരിറ്റി കണ്ടെത്തണം. മൊളാരിറ്റി എന്താണ്? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ശ്രദ്ധിക്കണേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഒന്നുകൂടി, മൊളാരിറ്റി എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, ലിറ്റർ വേണം. സൊല്യൂഷൻ കാണിക്കണേ 250 ml എന്ന് അല്ലേ. അപ്പം ഇതിന് 250 ml എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പം നമുക്ക് 0.25 ലിറ്റർ കിട്ടും. സോ വോളിയം കിട്ടി 0.25. ഓക്കെ, പക്ഷെ നമുക്ക് മൊളാരിറ്റി മോൾസ് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ടാ? ഇല്ല, നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല. പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മോളാർ മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് 106 തന്നിട്ടുണ്ട്. അതുപോലെ 25.3 ഗ്രാം സോഡിയം കാർബണേറ്റ് എടുത്തിട്ടുണ്ടോ അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എത്ര? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു എന്താണ്? ഇപ്പോഴും പറഞ്ഞാണ്. ആദ്യം ചെയ്യണം, തന്നിരിക്കുന്ന മാസ് 25.3 ഡിവൈഡ് ബൈ എത്ര? മോളാർ മാസ് എത്ര? 106 അല്ലേ. 106 ചെയ്യണം. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് പറയാമേ. ഓക്കെ, ചെയ്തപ്പോ കിട്ടിയത് 0.239 ആണ്. 0.238 സംതിങ് വരും. റൗണ്ട് ചെയ്തിട്ട് 0.239 എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. എന്താണ്? 0.239. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി എന്ത് ചെയ്യാം? മൊളാരിറ്റി ഈക്വൽ ടു എന്താണ്? മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. എത്രയാണ് നമ്പർ ഓഫ് മോൾസ്? 0.239 ഡിവൈഡഡ് ബൈ വോളിയം എത്ര? എത്രയായിരുന്നു? 0.25. ഓക്കെ, ഇതും കൂടി ചെയ്ത് നോക്കിയിട്ട് പറയാമേ. ഞാൻ ഒന്നും കാണാട്ടിച്ചിട്ടില്ല. ഓക്കെ, അത് ചെയ്തപ്പോ കിട്ടിയത് 0.955 എന്നാണ്. 0.955 മോളാർ. 0.955 മോളാർ നേടി. ഓക്കെ, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒരു കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വായിക്കുന്നില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മൊളാരിറ്റി കണ്ടെത്തണം. മൊളാരിറ്റി. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല? മൊളാരിറ്റി തന്നിട്ടില്ല. പകരം തന്നിട്ടുണ്ട് എത്ര ഗ്രാമാണ് തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? അതേ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, ഈ കിട്ടിയ നമ്പർ ഓഫ് മോൾസിന് നമ്മൾ എന്ത് ചെയ്യണം? വോളിയം ഇൻ ലിറ്റർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും?
മൊളാരിറ്റി കിട്ടും. മൊളാരിറ്റി. ഈ മൊളാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടെത്താം. ഓക്കെ, ബാക്കിയാണേ. ഓക്കെ, ബാക്കി നോക്കാം. നമുക്ക് കിട്ടിയ സൊല്യൂഷന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 0.955 മോളാർ ആണ് കേട്ടോ. അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി നോക്കാം. Na2CO3 സോഡിയം കാർബണേറ്റ് എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും നോക്കോ. Na പ്ലസും CO3 2 മൈനസും ആണല്ലോ. ഇവിടെ എത്ര സോഡിയം ഉണ്ട്? 2 എണ്ണം അല്ലേ? അതിൽ തന്നെ ഇവിടെ 2 ഇലക്ട്രോൺ വാങ്ങിച്ചിട്ടുണ്ട് ആണല്ലോ. പക്ഷെ ഒരു സോഡിയം ഒരു ഇലക്ട്രോണെ കളഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യും, 2 സോഡിയം എന്ത് ചെയ്യും, ഓരോന്നും ഒരു ഇലക്ട്രോൺ കളയും. അപ്പൊ എന്ത് 2 എണ്ണം വാങ്ങിക്കാൻ പറ്റും ആണല്ലോ. അപ്പൊ ഇതാണ് എന്ത് ചെയ്യണേ, ഡിസോസിയേറ്റ് ചെയ്യണത്. അല്ലെങ്കിൽ തന്നെ 2 സോഡിയം ഉണ്ട്, അങ്ങനെ എഴുതുക സൗകര്യം പോലെ. ഓക്കെ, ശരിക്കും ഇത് മനസ്സിലാക്കാനുള്ള ഇപ്പം CO3 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, ഒരു സോഡിയം ഒരെണ്ണെ കളയും. അപ്പൊ 2 സോഡിയം എന്ത് ചെയ്യും, എടുക്കുമ്പോൾ ഓരോന്ന് വെച്ച് കളയാം. ഓക്കെ, ഇത് കിട്ടിയ ബാക്കി പണിയെല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാ, എണ്ണയുടെ കണ്ടെത്താൻ പറഞ്ഞ Na പ്ലസിനെ കണ്ടെത്താൻ പറഞ്ഞ എന്ത് ചെയ്യാ, ഇവിടുത്തെ നമ്പർ എത്ര, 2 into 0.955 എത്രയാണ് കിട്ടുന്നത്, അതാണ്. ഓക്കെ, നോക്കി വെച്ചായിരുന്നു 1.910 അത്രയും മോളാറാണ്. അതുപോലെ CO3 2 മൈനസിന്റെ ഇവിടെ എത്രയാണ് വാല്യൂ, 1 അല്ലേ. സോ 1 into 0.955 എത്ര കിട്ടും, 0.955 മോളാർ. ഇതാണെന്ത് നമ്മുടെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Na പ്ലസും CO3 2 മൈനസും. ഓക്കെ, അടുത്ത ദിവസം പോവാം. മാറ്റിയാണേ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് A, B, C are +2, +5 and -2 respectively. Possible formula of the compound is. നോക്കിയാണേ, A എന്നതിന് +2ഉം B എന്നതിന് +5ഉം C എന്നതിന് -2 ആയാൽ, ഓക്സിഡേഷൻ നമ്പർ ആയി കഴിഞ്ഞാൽ അത് ആ അതിന്റെ കോമ്പൗണ്ട് ഏതായിരിക്കും? A2BC2 2 ആണോ, A3BC4 2 ആണോ, A2BC3 twice ആണോ, A3B2C twice ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ട് ഞെട്ടണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കറിയാം എപ്പോഴും ഒരു കോമ്പൗണ്ടിന്റെ ടോട്ടൽ വാല്യൂ ഈക്വൽ ടു 0 ആയാൽ ചെക്ക് ചെയ്താൽ മതി. ടോട്ടൽ വാല്യൂ ഈക്വൽ ടു 0, അതായത് ഈ തന്നിട്ടുള്ളതിൽ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 0 ഇടണമെങ്കിൽ അതാണ് കോമ്പൗണ്ട്. സോ നമുക്ക് നോക്കാം. ആദ്യത്തേല് +2 ഇൻറ്റു എത്ര ഉണ്ട്, A 2 എണ്ണം ഉണ്ട്, 2 എണ്ണം പ്ലസ് B എന്ന് പറഞ്ഞാൽ എത്രയാണ്, +5 ഇൻറ്റു എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണേ ഉള്ളൂ. സോ ഒരെണ്ണം പ്ലസ് C എന്ന് പറഞ്ഞാൽ എത്രയാണ്, -2 ഇൻറ്റു എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഹോൾ ഇൻറ്റു 2 അല്ലേ, 2 ചെയ്യാം നമുക്ക്. +2 ഇൻറ്റു 2 +4 പ്ലസ് 2 ഇൻറ്റു 5 പ്ലസ് -2 ഇൻറ്റു 2 -4 ആയി, -4 + 5 1 ഇൻറ്റു 2 4 + 2 6 ആണ് കിട്ടിയത്, 0 അല്ല. സോ ഇത് ഉത്തരം ശരിയല്ല. നമുക്ക് അടുത്ത് ചെയ്ത് നോക്കാം. മാറ്റിയാണ് ഇത് നോക്കാം. അടുത്തത് A3 എന്ന് പറയുന്നത് +2 ഇൻറ്റു എത്ര ഉണ്ട്, 3 എണ്ണം പ്ലസ് B എന്ന് പറഞ്ഞാൽ +5 ഇൻറ്റു എത്ര ഉണ്ട്, 1 ഉള്ളൂ. സോ ഇൻറ്റു 1 ആണ്. പ്ലസ് C എത്ര, C എന്ന് പറഞ്ഞാൽ -2 എത്ര ഉണ്ട്, 4 എണ്ണം -2 ഇൻറ്റു 4 ഹോൾ ഇൻറ്റു ട്വൈസ് അല്ലേ, ട്വൈസ് ചെയ്യാം. 2 ഇൻറ്റു 3 6 പ്ലസ് 5 പ്ലസ് -2 ഇൻറ്റു 4 -2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ -8 പ്ലസ് 5 -3 ഇൻറ്റു 2 -3 ഇൻറ്റു 2 ഓക്കെ. 6 പ്ലസ് -3 ഇൻറ്റു 2 -6 6 ഈക്വൽ ടു 0. സോ ഇവിടെ നമുക്ക് ഇത് കിട്ടിയത് 0 കിട്ടിയ. അങ്ങനെയാണെങ്കിൽ ഇതാണെന്ത് നമ്മുടെ കോമ്പൗണ്ട്. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട്. ചെയ്യത്തേ ഉള്ളൂ. തന്നിക്കണ വാല്യൂ എന്ത് ചെയ്യാ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പം ഈക്വൽ ടു 0 ഇട്ട് നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. കിട്ടുകയാണെങ്കിൽ അതാണ് ഉത്തരം. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. An organic compound contain carbon 38.71% and hydrogen 9.67% and oxygen 51.62%. ഓക്കെ, അവര് കാർബൺ 38.71% ആണെന്നും
ഹൈഡ്രജൻ 9.67% ആണെന്നും ഓക്സിജൻ 51.62% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ എംപെരിക്കൽ ഫോർമുല ഈസ് ചെയ്യാം. വേറെ ഒന്നുകൂടി ചെയ്യാൻ, കാർബണിലെ ആ വാല്യൂ എടുക്കുക 38.71 ഡിവൈഡ് ബൈ കാർബണിന്റെ മോളാർ മാസ് എത്രയാണ് 12 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 3.22 എന്ന് കിട്ടും. അതുപോലെ ഹൈഡ്രജൻ എടുക്കുക, ഹൈഡ്രജന്റെ 9.67 ആണ്. 9.67 ഡിവൈഡ് ബൈ ഹൈഡ്രജന്റെ മോളാർ മാസ് എത്രയാണ് 1 ആണ്. സോ 9.67 എന്ന് കിട്ടും. ഓക്കെ, അടുത്തതാണ് കാർബൺ, ഹൈഡ്രജൻ. അടുത്തത് ആരാണ്? ഓക്സിജൻ അല്ലേ. ഓക്സിജൻ എടുക്കുക 51.62 ആണ്. ആ 51.62 എടുക്കുക ഡിവൈഡ് ബൈ ഓക്സിജന്റെ എത്രയാണ് 16 ആണ്. 16 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 3.22 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ കിട്ടി? കാർബൺ 3.22 കിട്ടി, ഹൈഡ്രജൻ 9.67 കിട്ടി, ഓക്സിജൻ 3.22 കിട്ടി ആണല്ലോ. ഇനി എന്ത് ചെയ്യാ? ഈ 3 വാല്യൂലും നോക്കണേ, ഒന്നെന്താണ് 3.22, 9.67, 3.22. ഓക്കെ, ഈ 3 വാല്യൂല് ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ചെറിയ വാല്യൂ ഏതാണ്? 3.22, 3.22, 9.7. സോ ഇത് തന്നെയാണ് ചെറിയ വാല്യൂ. ഇതുകൊണ്ട് എന്ത് ചെയ്യാ? ബാക്കി എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക. കാർബൺ ഡിവൈഡ് ചെയ്യാം. കാർബൺ ആണ് 3.22 ഡിവൈഡ് ബൈ 3.22 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഹൈഡ്രജൻ നോക്കാം 9.67, ഹൈഡ്രജന്റെ 9.67 ഡിവൈഡ് ബൈ 3.22 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതുപോലെ അടുത്ത ഓക്സിജൻ ചെയ്യാം. ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്കും 3.22 ഡിവൈഡ് ബൈ 3.22 ഈക്വൽ ടു 1 എന്ന് കിട്ടും ആണല്ലോ. അപ്പൊ കാർബൺ 1, ഹൈഡ്രജൻ 3, ഓക്സിജൻ 1. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. കോമ്പൗണ്ട് എഴുതാം. കാർബൺ 1, ഹൈഡ്രജൻ 3, കാർബൺ 1, ഹൈഡ്രജൻ 3, ഓക്സിജൻ 1, CH3O. CH3 ആണ് ഈ കോമ്പൗണ്ടിന്റെ എംപെരിക്കൽ ഫോർമുല. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? തരുന്ന പെർസെന്റേജിനെ ആ എലമെന്റിന്റെ എന്ത് ചെയ്യാ? മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാം ചെയ്ത് വെക്കുക. എന്നിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുക. ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ് നോക്കുക. ആ ചെറിയ വാല്യൂ കൊണ്ട് ബാക്കി എല്ലാ വാല്യൂയും ഡിവൈഡ് ചെയ്യുക. ആ ബാക്കി കിട്ടുന്ന വാല്യൂ എടുത്തെഴുതുക. ഇതാണ് എംപെരിക്കൽ ഫോർമുല. ഇനി എംപെരിക്കൽ ഫോർമുലയിൽ നിന്നും മോളിക്കുലർ ഫോർമുല എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഇവിടെ നമ്മൾ എംപെരിക്കൽ ഫോർമുല മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ഞാൻ അവിടെ മതിയാക്കുകയാണ്. ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എംപെരിക്കൽ ഫോർമുല എന്നും എന്താണ് മോളിക്കുലർ ഫോർമുല എന്നും നല്ല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രോബ്ലം ഞാൻ നല്ല രീതിയിൽ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണാൻ താല്പര്യമുള്ളവർ കാണുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാക്കിയാണേ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. An element X has the following isotop. നോക്കിയോ, X 200 90%, X 199 8%, X 202 2%. ഓക്കെ, ഫൈൻഡ് ദ അറ്റോമിക് മാസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. സോ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ചെയ്യാം. അതാണ് 200 × 90 പ്ലസ് 200 × 90 പ്ലസ് 199 × 8 199 × 8 പ്ലസ് 202 × 2 202 × 2. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. താഴെ എത്ര വരും? 100 വരും. കാരണം 90 പ്ലസ് 8 പ്ലസ് 2 100 വരും. ഈക്വൽ ടു 200 × 90 2 × 9 18. സോ 18 1 2 3 3 0 18000 പ്ലസ് 199 × 8. ഓക്കെ, 200 × 8 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും 1600 ആയി. 1600 8 കുറച്ച് കഴിഞ്ഞാൽ 1592. ഓക്കെ, 1592 പ്ലസ് 202 × 2 404 404 ഡിവൈഡ് ബൈ 100 ചെയ്യാം. 18000 പ്ലസ് 1592 1592 പ്ലസ് 404 404 6 9 5 4 9 8 9 1 ഡിവൈഡ് ബൈ 100 വരും. സോ ഇവിടെ ഒരു പോയിന്റ് വരും അല്ലേ, കാരണം 2 പോയിന്റ് മാറി കുത്തണം. സോ 199.96 199.96 അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് പറയാം? 200 AMU. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാക്കിയാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Molarity of liquid HCl if density of the solution is 1.17 gram per cubic centimeter. നോക്കിയാണേ, നമ്മൾ കണ്ടെത്തേണ്ടത് ലിക്വിഡ് HClന്റെ മൊളാരിറ്റി ഉണ്ടെന്നാണ്. മൊളാരിറ്റി തന്നിട്ടുള്ള എന്താണ്? ഡെൻസിറ്റി ഓഫ് ദി സൊല്യൂഷൻ തന്നിട്ടുണ്ട് 1.17
ഗ്രാം പെർ സി സി എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെൻസിറ്റി ആണ് വന്നിരിക്കണത്, വോളിയം അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, വോളിയം കണ്ടെത്തണം. കാരണം നമുക്ക് മൊളാരിറ്റി ഉണ്ടാക്കാനായിട്ട് വോളിയം ആവശ്യമുണ്ട്. സോ ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ്, മാസ് ബൈ വോളിയം. സോ 1.17 ഗ്രാം പെർ സി സി. നമുക്ക് കണ്ടെത്തേണ്ടത് സി സിയിലല്ല, വോളിയം ഇൻ ലിറ്റർ ആണ്. നേരത്തെ പറഞ്ഞു എന്താണ്, മൊളാരിറ്റി എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. സോ നമുക്ക് എന്ത് ചെയ്യാം, 1.17 ഗ്രാമിന് എന്ത് ചെയ്യാം, 1.17 ഇൻറ്റു 1000 ഗ്രാം പെർ ലിറ്റർ ചെയ്യാം. ഓക്കെ, ഒരു സി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, 1/1000 ആണ്. ഓക്കെ, ഒരു സി സി എന്ന് പറഞ്ഞാൽ എന്താണ്, ICC അല്ല, 1 cc ഈക്വൽ ടു 1/1000 ലിറ്റർ ആണ്. ഓക്കെ, പഠിച്ചു വെക്കുക, അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കണേ. സോ 1.17 ഡിവൈഡഡ് ബൈ 1/1000 വരും. സോ ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് 1.17 ഇൻറ്റു 1000 ചെയ്യാം. അപ്പൊ എത്ര, 1170 ഗ്രാം പെർ ലിറ്റർ വരും. ഓക്കെ, അവിടെ കിടക്കട്ടെ, 1.17 ഗ്രാം പെർ ലിറ്റർ. അതായത് ഒരു ലിറ്റർ വോളിയത്തില്, ഉണ്ട് 1170 ഗ്രാം ഉണ്ട്. 1170 ഗ്രാം ഉണ്ട് 1 ലിറ്ററില്, 1170 ഗ്രാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൊളാരിറ്റി കണ്ടെത്താം. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ. നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താം, 1170 ഡിവൈഡഡ് ബൈ എന്ത് വരും, HCl മോളാർ മാസ്. എത്രയാണ് HCl മോളാർ മാസ് എന്ന് പറഞ്ഞാൽ, ഹൈഡ്രജൻ 1 ആണ്, 1 പ്ലസ് ക്ലോറിൻ 35. അപ്പൊ എത്ര, 1170 ഡിവൈഡഡ് ബൈ 36.5. ഓക്കെ, ഞാൻ ആൻസർ ചെയ്തിട്ട് വരാം. ഇപ്പൊ പറഞ്ഞോട്ടെ, ഇവിടെ 1 ലിറ്ററിലെ വോളിയം നമുക്ക് 1.17 കിട്ടി, 1170 കിട്ടി. സോ ഡിവൈഡ് ബൈ വോളിയം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം 1170 ഡിവൈഡ് ബൈ 36.5 ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, മൊളാരിറ്റി കിട്ടും. ഓക്കെ, സംശയം വരരുതേ, ഞാൻ ഇവിടെ ലിറ്റർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ലിറ്റർ ആണ് എടുത്ത, അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ ഡയറക്റ്റ് എന്ത് ചെയ്തത്, നമ്മള് 36.5 ഡിവൈഡ് ചെയ്യാൻ പോണേ. ഓക്കെ, ഉത്തരം ചെയ്തിട്ട് വരാമേ. ഈക്വൽ ടു 32.05 മോളാർ. ശ്രദ്ധിക്കണം, ഒരിക്കലും പറയാം. ഇവിടെ നമുക്ക് ഡെൻസിറ്റി എടുത്തിട്ടുണ്ട് 11070 ഗ്രാം പെർ ലിറ്റർ എന്ന്. ഇപ്പം പെർ ലിറ്റർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ചെയ്തത്. ഓക്കെ, അടുത്ത ദിവസമായിട്ട് പോവാം, മാറ്റാണേ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടെത്തുക. നോക്കാം, 161 സെന്റിമീറ്റർ, 0.0161 സെന്റിമീറ്റർ, 0.161 സെന്റിമീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. 161 സീറോ ഉണ്ടാ ഇല്ല, അപ്പൊ അതില് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ എണ്ണം. ഓക്കെ, അടുത്ത ഇവിടെ 0.0161, ആദ്യത്തെ സീറോ കൂട്ടില്ല അല്ലേ, ഫസ്റ്റ് നോൺ സീറോ കൂട്ടില്ല. സോ 161 അതും 3, ഈ 2 സീറോ കൂട്ടില്ല. ഇനി അടുത്ത 0.161, അവിടെയും ഫസ്റ്റ് സീറോ കൂട്ടില്ല, അപ്പൊ 3 തന്നെയാണ്. കാരണം 1 2 3, ഇവിടെ 1 2 3, അതുപോലെ ഇവിടെയും 3 അക്ഷരം ഉണ്ട്. സോ 3 നമ്പർ. ഓക്കെ, സോ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 3 കേസിലും 3 തന്നെയാണ്. സോ 3,3,3 ആണ് ഉത്തരം. ഓക്കെ, അടുത്ത് ചെയ്യാം, മാറ്റിയാണേ.